333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടെറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ഡേയ്സ് മെസ്സേജസ് ഫോർ യു. ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. അത് ആ ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങളുടേത് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഫീലിങ്സ് തോന്നിയിട്ടുണ്ടാവും. ഈ വ്യക്തിയെ എവിടെയൊക്കെ വച്ച് കണ്ടിട്ടുണ്ട്, വളരെയധികം ഫെമിലിയർ ആണല്ലോ എന്നെല്ലാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് കണ്ടപ്പോൾ അനുരാഗം തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് പരസ്പരം നിങ്ങൾ കൈമാറിയിട്ടുമുണ്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതവസ്ഥയിലായിക്കോട്ടെ, പക്ഷേ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ടാവും. അതിനെ തടയേണ്ട കാര്യമില്ല. ആ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം കൈമാറുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ അടുപ്പം ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ മറ്റൊരാൾ ഇപ്പോഴും നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്ന് മാത്രമായിരിക്കാം അറിയാവുന്നത്. ചില പേരെങ്കിലും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പാസ്റ്റ് ലൈഫിൽ കിട്ടാതിരുന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ വഴക്കടിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പൊസസീവ്നെസ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നതും സ്വാഭാവികമാണ്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സ്വന്തമാണ് എന്നായിരിക്കാം. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഒരു കാർമിക പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റിൻ്റെ കൂടെ ആയിരിക്കാം. ഒരു പക്ഷേ ഏറെ വൈകിയ വേളയിലായിരിക്കാം പലരും അത് തിരിച്ചറിയുന്നത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലാണ് എന്നുള്ളത്. പരസ്പരം സ്നേഹിക്കുക, അതിലുപരി ബഹുമാനിക്കുക. ഇനി മറ്റു ചിലരുടെ കാര്യത്തിൽ അവരുടെ സോൾമേറ്റ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരേ സോൾ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വലിയ വിഷമഘട്ടത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മെസ്സേജോ ടെക്സ്റ്റോ ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രണയമായിരിക്കാം. ആ വ്യക്തി നിങ്ങളുടെ ക്രഷ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലായിരിക്കാം. ചില സാഹചര്യങ്ങൾ കൊണ്ടോ ചില കാരണങ്ങൾ കൊണ്ടോ രണ്ടുപേരും കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റീസണേറ്റ് ആയിരിക്കാം. ആ വ്യക്തി, ആ പ്രണയം നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള വാതിലുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ചില പേരെങ്കിലും ഒരു പ്രണയമോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ജെനുവനായിട്ടുള്ളൊരു വ്യക്തിയെയോ ഒരു ഫ്രണ്ടിനെയോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള സ്പെഷ്യൽ ആൾക്കാർക്ക് റീസണേറ്റ് ആവുന്ന ഒരു മെസ്സേജാണിത്. അവർക്കും ആ പ്രണയം, അവർ ആഗ്രഹിക്കുന്ന പ്രണയം അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു മെസ്സേജാണിത്. ചില പേർക്ക് വിവാഹം ഉറപ്പിക്കുന്ന, ഫിക്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കാം. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ സന്ദേശം. അത് നിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ തെറ്റുകൾ തുറന്നു പറയുന്നതും ക്ഷമ ചോദിക്കുന്നതുമാണ്. അതൊരു സന്ദേശത്തിലൂടെയാവാം, ടെക്സ്റ്റ് മെസ്സേജിലൂടെയാവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റിലൂടെയാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ദൂതനായിട്ട് വരുന്നതുമാവാം. ഇന്നത്തെ ദിവസം ആർക്കേഞ്ചൽ ജോഫായിലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ ജോഫയിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു.
ഈ ഒരു അവസരത്തിൽ ആർക്കേഞ്ചൽ ജോഫൈലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ ജോഫൈൽ, പ്ലീസ് ഹെൽപ്പ് മീ. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ആവശ്യം പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു ദിവസം അത് സാധ്യമാകുന്നതാണ്. ശുഭദിനം ആശംസിക്കുന്നു. ഹാപ്പി ആയിരിക്കുക.